ഒരിക്കലും ഒരു രാജ്യത്ത് രാജാവിന് വലിയൊരു അസുഖം പിടിപെട്ടു. ഒരുപാട് വൈദ്യന്മാർ വന്ന് ചികിത്സിച്ചിട്ടും ഭേദമായില്ല. അവസാനം അയൽ രാജ്യത്ത് നിന്നൊരു വൈദ്യൻ വന്ന് പറഞ്ഞു, ഇദ്ദേഹം കാണുന്ന സ്ഥലമൊക്കെ പച്ചയായിരിക്കണം, അതുമാത്രമാണ് ഇതിനൊരു പരിഹാരമെന്ന്. അങ്ങനെ കൊട്ടാരം മുഴുവൻ പച്ച നിറത്തിലുള്ള പെയിൻറ് കൊണ്ട് അലങ്കരിച്ചു. തീർന്നില്ല, രാജാവ് പോകുന്ന സ്ഥലങ്ങൾ മുഴുവൻ പച്ച കൊണ്ട് അലങ്കരിക്കാൻ തുടങ്ങി. ഇത് രാജ്യത്തിന് തന്നെ വലിയൊരു നഷ്ടം ഉണ്ടാക്കി. മന്ത്രി വലിയ ആശങ്കയിലായി. ഒരുപാട് പേരുമായിട്ട് ചേർന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനമെടുത്തു. രാജാവിൻ്റെ ഈ അസുഖം മാറ്റുന്ന ആൾക്ക് വലിയൊരു തുക സമ്മാനമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്നു, ഒരു ഭേദം ഉണ്ടായില്ല. അവസാനം ആ നാട്ടിൽ തന്നെ ഒരു ആലിൻ്റെ ചുവട്ടിലിരിക്കുന്ന ഒരു പ്രായമായിട്ടുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തെ എല്ലാവരും ഭ്രാന്തനെന്ന് വിളിച്ച് കളിയാക്കുന്നുണ്ടായിരുന്നതാണ്. അദ്ദേഹം കൊട്ടാരത്തിലേക്ക് വന്നു. ഇത് കണ്ടപാടെ എല്ലാവർക്കും വലിയ ചിരിയാണ് വന്നത്. കാരണം ഇത്രയും ആളുകൾ വന്ന് നേരാക്കാത്ത ഒരു അസുഖം ഇയാൾ വന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന്. പക്ഷേ അയാൾ അനുവദിക്കുകയും അദ്ദേഹം ഒരു പച്ച കണ്ണാടിയാണ് കൊണ്ടുവന്നത്. ഈ പച്ച കണ്ണട രാജാവിന് വെച്ച് കൊടുത്തു. പിന്നീട് പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമേ വന്നില്ല. രാജാവ് പോകുന്നത് നോക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ പച്ചയായി. വളരെ വലിയൊരു പ്രശ്നം നിസ്സാരമായൊരു ചെറിയൊരു സാധനം കൊണ്ട് ഇല്ലാതാക്കി. രാജ്യത്ത് വലിയ സന്തോഷമായി. മന്ത്രി പറഞ്ഞ തുക ഈ വൃദ്ധന് കൊടുക്കുകയും ചെയ്തു. നമ്മുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം വളരെ നിസ്സാരമായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കാതെ വലിയ 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 സൊല്യൂഷൻസ് തേടിപ്പോകും. അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എപ്പോഴും വലിയ ആളുകൾ തന്നെ വരണമെന്നില്ല. നമ്മൾ നിസ്സാരമായി കരുതുന്ന ആളുകൾക്ക് പോലും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളൊരു പ്രാപ്തിയുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആരെയും നിസ്സാരമായി കാണരുത്, ഒരു പ്രശ്നത്തിനെയും വലുതാക്കിയും കാണരുത്.